ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസിക് ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല നാടൻ ചേമ്പ് പുഴുക്കും അതിന് പറ്റുന്ന ഒരു കോട്ടയം സ്റ്റൈല് മീൻകറിയും കൂടിയാണ് നമ്മളിന്ന് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ മീൻകറിയും ചേമ്പ് പുഴുക്കും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 500 ഗ്രാം ചേമ്പ് ഒന്ന് തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. ഇതേപോലെ ഒന്ന് ചുരണ്ടി എടുത്താൽ മതിയാവും. എന്നിട്ട് നമുക്കിതൊന്ന് കഴുകി നല്ല വൃത്തിയാക്കിയതിന് ശേഷം കട്ട് ചെയ്ത് ഇടാം. അത്യാവശ്യം കുറച്ച് വലിപ്പത്തിൽ തന്നെയാണ് ഞാൻ കട്ട് ചെയ്ത് ഇടുന്നത്. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ വലിയ കഷ്ണങ്ങളാണെങ്കിൽ ഒന്ന് ചെറുതാക്കി ഇടാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ഇട്ടിട്ട് ഒന്ന് വേവാൻ വേണ്ടത്ര വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് ഒരു 10-15 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. 1/2 കപ്പ് തേങ്ങയിലേക്ക് 1 ടീസ്പൂൺ ജീരകം, 3 പച്ചമുളക്, എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും 3-4 വെളുത്തുള്ളിയും 2 ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൾസ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ കിട്ടിയാൽ മതി. ഇപ്പോൾ നമ്മൾ ചേമ്പ് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഉടച്ചു കൊടുക്കാം. വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ച് എടുത്താൽ മതിയാവും. ഒന്ന് ഉടച്ച് കിട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചേർത്ത് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിലൊന്ന് തിളച്ച് കിട്ടിയാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിടാം. ഇനി നമുക്കിതിൻ്റെ താളിപ്പൊന്ന് റെഡിയാക്കാം. ഇതിനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം 1-2 ചുവന്ന മുളകും 4 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ താളിപ്പ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചേമ്പിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചേമ്പ് പുഴുക്ക് ഇവിടെ റെഡിയാണ്. അപ്പോൾ നല്ല ഇത് വെറുതെ ആയാലും നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതല്ല ചോറിനൊക്കെ ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കാനും നല്ലതായിരിക്കും. വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാൻ നല്ല ഒരു ഓപ്ഷനാണിത്. ഹെൽത്തിയാണ്, അതേസമയം നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചേമ്പ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇതൊന്ന് കട്ടിയായി വരുമെന്ന്. ഇപ്പോൾ നല്ല വെള്ളത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയെങ്കിൽ നല്ല കട്ടിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതിന് വേണ്ടുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി കൂടി റെഡിയാക്കാം. 8 ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 6-7 വെളുത്തുള്ളി ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 തണ്ട് കറിവേപ്പില, 2 പച്ചമുളക്, പിന്നെ 1 നാരങ്ങ വലുപ്പത്തിൽ പുളി, 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കുടംപുളിയാണ് ഉപയോഗിക്കാൻ ഇഷ്ടമെങ്കിൽ കുടംപുളി ഇതേപോലെ 2-3 കുടംപുളി എടുത്തിട്ട് ഇതേപോലെ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചാൽ മതിയാവും. ഇനി ഞാനൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഒക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞൊഴിക്കാം. കുടംപുളി ആണെങ്കിൽ ആ വെള്ളത്തോടു കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. പുളി അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി
ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഞാൻ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെള്ളവും കൂടി ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ ആവോലി മീനാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇളക്കി കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഇതേ രീതിയിലൊന്ന് അടച്ചു വെക്കുക. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വരുന്ന സമയത്ത് വീണ്ടും ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഉലുവ ഒന്ന് ചൂടാക്കി പൊടിപ്പിച്ച് എടുത്തതാണത്. അപ്പോൾ അതിന് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്താൽ നമ്മുടെ കോട്ടയം സ്റ്റൈൽ മീൻ കറി ഇവിടെ റെഡിയാണ്. അപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചേമ്പിൻ്റെ കൂടെ ഇതുകൂടി കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ കമൻസ് കൂടി അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.